വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് പുതിയ കുറേ വേർഡ്സിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചെടുക്കാൻ പോകണം. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മളൊരു വ്യക്തി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക, ഒരു ഹിന്ദി ഭാഷ പഠിക്കുമ്പോൾ 100% യൂസായി വരുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ഓക്കെ, അത് വിട്ടിട്ട് നമുക്ക് ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളെ സോർട്ട് ചെയ്തെടുത്ത് അതിന്റെ മീനിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് ആന. ആന എന്ന് പറഞ്ഞാൽ എന്താ? വരിക അല്ലേ? അപ്പൊ നമ്മൾ ഒരാളോട് പറയാം, നാളെ നീ വരണം. എങ്ങനെയാ പറയാ? आपको कल आना है. അതുപോലെ തന്നെ ജാന എന്നാണെങ്കിലോ പോവുക, നാളെ നീ പോകണം എന്നാണെങ്കിലോ आपको कल जाना है. ഓക്കെ, അടുത്തത് ചലന. ചലന എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക. നമ്മൾ പറയാം നമുക്ക് നടന്നു പോവാം, ചൽക്കർ ജായെങ്കിൽ. മനസ്സിലായോ? ഈ നടന്നു പോകുന്നതിന് വേറൊരു വേർഡ് ഉണ്ട്, നമ്മളൊരു കോൺവെർസേഷനിൽ പറഞ്ഞിരുന്നു, പൈതൽ ജാന അല്ലേ? അത് കാൽനടയായി പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം എന്നാണ് അതിനർത്ഥം വരുന്നത്. ശരി, ഇനി അടുത്തതാണ് ദോടുന. ദോടുന എന്ന് പറഞ്ഞാൽ ഓട്. ഓക്കെ, നമ്മൾ പറയാം ഓടല്ലേ, എങ്ങനെയാ പറയാ? ദോഡോ മത്, മത് ദോഡോ. മനസ്സിലായി? ഈ മത്തിന്റെ ഉപയോഗം നിങ്ങൾ നോക്കണം. നഹി എന്ന് ഉപയോഗിച്ചാൽ പോരെയെന്ന് നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ മത്ത് എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി കൂതുന. കൂതുന എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക. അപ്പോൾ കൂതുന, അങ്ങനെ ചാടല്ലേ, അതെങ്ങനെ പറയാം? ഐസ മത് കൂതോ. മനസ്സിലാവണ്ടോ? ഓടല്ലേ മത് ദോഡോ, ചാടല്ലേ മത് കൂതോ. ഓക്കെ, ശരി. ഇനി ചടിന. ചടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക. അപ്പൊ നമ്മൾ പറയാം, അതിന് കൂടുതലും മക്കളോടെ പറയാം അല്ലേ, അതിന്റെ മുകളിൽ കയറല്ലേ എന്ന് പറയാം അല്ലേ, അതിന്റെ മുകളിൽ കയറല്ലേ, ഉസ്ക ഊപ്പർ മത് ചടോ. ഓക്കെ, അതുപോലെ തന്നെ തൂക്കിന. തൂക്കിന എന്ന് പറഞ്ഞാൽ സ്പിറ്റ് ചെയ്യുക, തുപ്പുക എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം ഇവിടെ തുപ്പരുത്, യഹാ മത് തൂക്കോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ മത്തിന്റെ യൂസ് മനസ്സിലാവുന്നില്ലേ? നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നിടത്തല്ല നമ്മൾ ഈ മത് എന്നുള്ള വേർഡ്. അതിനർത്ഥം നമ്മൾ ആരോടെങ്കിലും എന്താ പറയാ, സിമ്പിളായിട്ട് ഭയ്യ ഐസെ നഹി കർണ, അങ്ങനെ ചെയ്യല്ലേ എന്ന് നമ്മൾ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് പറയേണ്ടടുത്ത് നമ്മൾ പറയണേ ഭയ്യ ഐസെ മത് കരോ. മത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയാ, അത് ഹേർട്ട് ചെയ്യും. കാരണം അതൊരു സ്ട്രിക്റ്റ് വേർഡാണ്. നമുക്ക് നല്ല പൊളൈറ്റായിട്ട് പറയണമെങ്കിൽ നമ്മൾ ഐസെ മത് കരോ എന്നല്ല, ഐസെ നഹി കർണ അങ്ങനെ പറയാം. അതാണ് ഇതിന്റെ ഡിഫറൻസ്, ഈ മത്തും നഹിയും യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തൊരു വേർഡാണ് നമ്മൾ വഴക്കിടുക അല്ലേ, മറ്റുള്ളവരായിട്ട് വഴക്കിടുന്നതിന് ജഗഡ കർണ എന്ന് പറയാം. ജഗഡ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിടുക. അവരൊരു വഴക്കിടുവാണ്, എങ്ങനെ പറയാം? ഓ ദോനും ജഗഡ കർണ, ഉദർ കുറിച്ച് ജഗഡ ചലട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വഴക്ക് നടക്കുക. മനസ്സിലായോ? അതിനർത്ഥം ജഗഡ എന്ന് പറഞ്ഞാൽ വഴക്ക് എന്നാണ്. ജഗഡ കറേ, ജഗഡ കറേ എന്ന് പറഞ്ഞാൽ വഴക്കിടുക. ഓക്കെ, ഇനി നമ്മൾ ഫേക്ന. ഫേക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥം എന്ന്? ത്രോ, എറിയുക എന്നാണ്. അത് എറിയൂ, ഇസ് ഫേക്കോ, ഫേക്തോ. മനസ്സിലായ? എറിയൂ. ഇനി അടുത്ത രണ്ട് വാക്കുകളാണ് എന്താ പറയാ, കീച്ചിന. കീച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളാണ് കേട്ടോ, വലിക്കുക എന്നാണ്. അതുപോലെ ധക്കാദേന, അതിന്റെ ഓപ്പോസിറ്റ് എന്താ പറയുക? ധക്കാദേന, പുഷ്. അപ്പൊ നമുക്ക് കീച്ചിന നോക്കാം. കീച്ചിന. കീച്ചിന ഇപ്പൊ നമ്മൾ പറയാം നന്നായി വലിക്കും, നല്ലപോലെ വലിക്കും എന്ന് പറയില്ലേ, അച്ചേസ് കീച്ചോ. മനസ്സിലായ? അതുപോലെ തന്നെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഈ കീച്ചോ, അങ്ങനെ പറയാം, ഇതൊന്ന് വലിക്കൂ, ഈ കീച്ചോ. അതുപോലെ തന്നെ ധക്കാദേന, അയ്യോ അവനെ തള്ളി എന്ന് പറയാം. കുട്ടികൾ കംപ്ലൈന്റ് പറയല്ലേ, അവനെ തള്ളി, ഉസ്നെ മുझे ധക്കാ ദിയ. മനസ്സിലായോ? അപ്പൊ പുഷ് എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ശരി, ഇനി അടുത്തത്, ഇനി നമുക്ക് കോമൺ ആയിട്ട് ഹസ്ന, റോന. ഹസ്ന. ഹസ്ന എന്ന് എഴുതുമ്പോൾ ഹംസ്ന എന്നാണ് എഴുതുക, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹസ്ന എന്നാണ് കേട്ടോ. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അവർ എന്നെ നോക്കി ചിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഓ മുജത്തേക്ക് ഹസ്രേ. ഹസ്രേ എന്ന് പറയാം, ഹസ്രഹേ എന്ന് പറയാം കേട്ടോ. ഹസ്രേ, അവൻ എന്നെ നോക്കി ചിരിക്കുന്നു. എന്താണ് അവൻ എന്നെ നോക്കി ചിരിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കരയുന്നത്, കുഞ്ഞു കരയുന്നു, ബച്ചെ ബച്ച റോരേ, ബച്ച റോരേ, റോ രഹാ ഹെ, ബച്ച റോ രഹാ ഹെ എന്നൊക്കെയാണ് അതിൻ്റെ ഫുള്ള് നമ്മൾ കോമൺലി പറയുമ്പോൾ ബച്ച റോരേ. ഓക്കെ, ഇനി എന്താ? സുന്ന. സുന്ന എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക അല്ലേ? അപ്പൊ അവൻ പാട്ട് കേൾക്കുകയാണ് നമ്മൾ എങ്ങനെ പറയാ? ഓ ഗാന സുൻ രഹാ ഹെ അല്ലേ?
അതുപോലെ ഹാ മേ സുൻ ലിയ, ഞാൻ കേട്ടു. മനസ്സിലായോ? സുന്ന. ഇനി സോച്ചന. സോച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക എന്നർത്ഥം. നമ്മൾ എക്സാം ഒക്കെ പറയില്ലേ, നല്ലപോലെ ചിന്തിച്ച് എഴുതും. എങ്ങനെ പറയാം? അച്ചേസെ സോച്ച് ലിക്കോ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ എന്തെങ്കിലും ചോദിക്കുകയാണ്, നീ ഒന്ന് പറയാം, ഹാ മേ സോച്ച് ബത്താവുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ട് പറയാം. മനസ്സിലാവുന്നില്ല? അതാണ് സോച്ചന. ഇനി അടുത്ത വേർഡാണ് പക്കാന. പക്കാന എന്ന് പറഞ്ഞാൽ എന്താ? വേവിക്കുക എന്നാണ്. മനസ്സിലായോ? ഭക്ഷണമൊക്കെ വേവിക്കില്ലേ, പക്കാന. ഇപ്പം നമ്മൾ ഇറച്ചിയാണെങ്കിൽ നമ്മൾ പറയും നന്നായിട്ട് വേവിക്കുക എന്ന് പറയാം അല്ലേ. അച്ചി തരസെ പക്കാന, അച്ചി തരസെ പക്കാവും. മനസ്സിലായോ? നമ്മൾ കൊടുത്തിട്ട് പറയാം നന്നായിട്ട് വേവിക്കും, അച്ചി തരസെ പക്കാവും. ഇനി പക്കടന. പക്കടന എന്ന് പറഞ്ഞാൽ എന്താ? പിടിക്കുക, ബോൾ ക്യാച്ച് ചെയ്യുക, അതാണ് പിടിക്കുക. അപ്പം നമ്മൾ പറയേണ്ട ഒരാളുടെ കൊടുത്ത് ഇത് പിടിക്കും, പക്കടും. മനസ്സിലാവുക? ഹോൾഡ് ചെയ്യുക, ഇതാണ് പക്കടന. ശരി. അടുത്ത വാക്ക് തേർന. തേർന എന്ന് പറഞ്ഞാൽ എന്താ? നീന്തുക. ഓക്കെ. അപ്പൊ പറയണേ എനിക്ക് നന്നായിട്ട് നീന്താൻ സാധിക്കും, നീന്താൻ കഴിയും. എങ്ങനെയാ പറയാ? ജെ മേ അച്ചി തരസെ തേർ സക്താം, തേർ സക്തി. ടീക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് നീന്താൻ കഴിയും. മേ അച്ചി തരസെ തേർ സക്താവും. ഇനി നന്നായിട്ട് നീന്താൻ കഴിയില്ലെങ്കിൽ എന്താവാ? മുങ്ങിപ്പോ അല്ലേ. അപ്പൊ മുങ്ങുന്നതിന് എന്താ പറയാ? ഡൂബ്ന. ഡൂബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങുക. അയ്യോ ആ വഞ്ചി മുങ്ങിപ്പോയി എന്ന് പറയില്ലേ. നാവ് ഡൂബ് ഗൈ. ഓക്കെ, നാവ് ഡൂബ് ഗൈ. നാവ് എന്നാണ് വഞ്ചി. ഓക്കെ. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് വേർഡ് ഉബാൽന. ഉബാൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക എന്നാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കില്ലേ, ബോയിൽ ചെയ്യുക, അതാണ് ഉബാൽന. അപ്പൊ നമ്മൾ പറയാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. എങ്ങനെ പറയാ? പാനി ഉബാൽക്കെ പീനാഹെ. ഇതിൽ നമ്മൾ ഉബാൽക്കെ പീനാഹെ എന്ന് പറയുമ്പോഴും എഴുതുമ്പോൾ ഉബാൽക്കർ പീനാഹെ എന്നാണ് കോമൺലി എഴുതുക. ഇനി മിസ്റ്റേക്ക് വന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉബാൽക്കെ പീനാഹെ, പാനി ഉബാൽക്കെ പീനാഹെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇത് പഠിക്കുക, അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കുക. പഠിക്കാതെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക, വീട്ടിൽ കുത്തിയിരുന്ന് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളതെന്ന് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഫർട്ട് ഇട്ടേ പറ്റൂ. ഓക്കെ. നമ്മുടെ ഓരോ ക്ലാസ്സുകൾ കയറും തോറും എന്താ പറയുക, അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവണം. മനസ്സിലായല്ലോ? ഓക്കെ. നേരിട്ടാണെങ്കിൽ നമുക്കൊരു അടിയൊക്കെ തന്ന് പഠിപ്പിക്കായിരുന്നു, പക്ഷെ ഇത് പിന്നീടല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം എഫർട്ട് ഇടണം, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നും പറയണ പോലെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.